നമ്മുടെ സത്യദാസ് അണ്ണൻ അറിയാമല്ലോ, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം. അണ്ണ ഇതെവിടെ? പട്ടത്തുനിന്ന് പ്ലാമൂട് മരപ്പാലം റോഡ്. അപ്പം സത്യദാസ് അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നതും അണ്ണൻ ചെയ്യുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. ഗോ ഗ്രീനാണ് ചോദിക്കുന്നത്. ഇവിടെ എല്ലാം ഇലക്ട്രോണിക്കാണ്. അത് കുഴപ്പമില്ല, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ എന്നാൽ ഈ ചെടികൾ വളർത്തണം, അല്ലെങ്കിൽ നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, ഫലവൃക്ഷങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കണം എന്ന് പറയുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും അതിന് എതിരഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ ഭക്ഷണ രീതികൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്, പുതിയ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. പണ്ട് നമ്മൾ ഒന്ന് വളരാൻ കാത്തിരിക്കുന്നു, ഒരു പപ്പയ്ക്ക പറിച്ചിട്ട് അത് ഈ പേരയൊക്കെയാണെങ്കിൽ പേരയിൽ കയറി ഇരുന്ന് പേരയ്ക്ക, പ്ലാവ്, മാവ് എല്ലാം അല്ലേ, കൂഴച്ചക്കയൊക്കെ തിന്നുന്ന കാര്യം ഓർമ്മയുണ്ട്. ഇങ്ങനെ വെച്ചല്ലേ, ഇതൊരു ടേസ്റ്റാ ഇല്ലയോ? പേരയ്ക്ക വിളഞ്ഞത് പറിച്ച് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പച്ചയുള്ളത്, ആ പച്ച പോലും പിന്നെ നമ്മൾ പറിച്ചു. പക്ഷേ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പേരയ്ക്കൊക്കെ നല്ല സൈസ്, നല്ല ഇങ്ങനെ കാണാൻ നല്ല സുന്ദരനൊക്കെയാണ്. അതാണോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ? അതാണല്ലോ ഏറ്റവും ചെറുതും പിന്നെ കാണാൻ ഭംഗിയില്ലാത്തതും പഴങ്ങൾ, അതൊക്കെയാണ്. അത് ഭംഗിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഭംഗിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഈച്ച അതിനകത്ത് കയറി കൊത്തിയിരിക്കും, പിന്നെ കൊത്താൻ മടിക്കും. പക്ഷെ ഭംഗിയില്ലാത്ത നല്ല നമ്മളെ ചെറിയ പേരക്കയിൽ ചിലപ്പോൾ ഒരു പുഴുവൊക്കെ ഇരിപ്പുണ്ടാവും. പുഴുവിനെ തോണ്ടിക്കളഞ്ഞിട്ട് കഴിക്കാം അല്ലേ? അതാണ് ഏറ്റവും നല്ലതാണ്. തീർച്ചയായിട്ടും പണ്ട് നമ്മൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളങ്ങ് പേടിപ്പിക്കുക. എന്നിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന സാധനം, കെമിക്കൽ അടിച്ച സാധനം എല്ലാം മേടിച്ച് കഴിക്കണം. ഇപ്പം നമ്മുടെ പിള്ളേർ പോലും അവർക്ക് അത് അറിയത്തേ ഇല്ല. ഈ പിള്ളേർ ചെടി നടാൻ പോലും തയ്യാറാകത്തില്ല. നമ്മളൊക്കെ അല്ല, ഇപ്പം ചേട്ടാ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മൾ സിറ്റി, ട്രിവാൻഡ്രം സിറ്റി, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലമില്ല. അപ്പൊ ഇതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഇല്ലാത്തവർക്കും ചെയ്യാം, വേണമെന്ന് വെച്ചാൽ ചക്ക വേരയിലും കായ്ക്കും അല്ലേ, ചട്ടിക്കകത്തോ എങ്ങനെയും ഒക്കെ വെച്ച് ഒപ്പിക്കാം. ഒരു മനസ്സുണ്ടാവണം, അതിനോട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വോട്ട് ചട്ടിയിലെങ്കിൽ ഈ സാധനം. അല്ല, ഇതെന്ന് പറഞ്ഞാൽ തമാശ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ പലരും ക്യാൻസർ വന്ന് അതെന്ന് പറഞ്ഞ് മരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ പ്രിപ്പയർഡ് ഫുഡ്, കളർ വിത്ത് കളർ ആൻഡ് അഡിറ്റീവ്സ്. ഇപ്പം മഞ്ഞപ്പൊടി എന്ന് പറയുന്നതിനകത്ത് മഞ്ഞളില്ല, മഞ്ഞളിൻ്റെ മണവും പിന്നെ കളറുമാണ്. ഇതാണ് അകത്തോട്ട് നിന്ന് നമ്മുടെ കുടലിൻ്റെ ലൈനിങ്ങിലെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ക്യാൻസർ വന്നതിനോടൊന്നും കാര്യമില്ല. അതിന് ബോധമിടാവുന്നില്ല. കാര്യം തൽക്കാല ലാഭമാണ് എല്ലാവരും നോക്കുന്നത്, സമയമില്ല എന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ അതിന് പകരം മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ വേണ്ട, മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞ കളർ ഉണ്ടാക്കണമെന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു സാധനം, നമ്മളൊരു കൊഴുപ്പച്ചീര അല്ലേ, ഇപ്പം ഞാൻ ചേട്ടന് തന്ന അതിന് ആ കവറിനകത്തുണ്ട് ഒരു കൊഴുപ്പച്ചീര എടുത്തും വെച്ച് ചുമ്മാ കൂട്ടാൻ വെക്കുന്നു, അത് ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കുന്നു. ഒരു കൂട്ടാൻ മതി അല്ലേ? രാജ്യങ്ങളിലൊക്കെ എത്ര ഹാർഡായിട്ടുള്ള മീറ്റ് കഴിക്കുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഒരു പ്ലേറ്റ് കുറച്ച് ഇലക്കറികൾ, കാര്യം അതും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ കറക്റ്റായിട്ട് അതിലൊന്നും ഇവിടെ കിട്ടാനില്ല. നല്ലതാണ്, പക്ഷെ ഇവിടെ ആർക്ക് വേണം അത് ആർക്കും. പക്ഷെ അത് എനിക്കൊന്ന് കാലം അത് തെളിയിക്കും അല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ശരിയായ ഒരു ജീവിത രീതി അല്ല. ഈ അങ്ങനത്തെ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അവിടുത്തെ പൗരന്മാർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ ആർട്ടിഫിഷ്യൽ ഇതിന്റെ പുറകെ പോകാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഞങ്ങളുടെ അവിടെ ഭയങ്കര രസമാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക് മാങ്ങ കിട്ടും, ഞാൻ തിരിച്ച് ചിക്ക് കൊടുക്കും. പഴയ ബാർട്ടർ സിസ്റ്റം. എനിവേ, ചേട്ടന് ഫോണും വരുന്നു, നല്ല കാര്യം. അപ്പം നമ്മുടെ അടുത്ത തലമുറയോട് പറയേണ്ട, ഇച്ചിരിയെങ്കിലും ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒരു ചെടി നടുക, അതിന് വെള്ളം ഒഴിക്കുക, അതിന് പൂവ് വരുന്ന അത് ശീലമാക്കി, അതിന് പൂവ് വരുന്നത് കണ്ട് ആസ്വദിക്കുക. റീല് കാണുന്നതിന് പകരം ഒരു പൂ കണ്ട് ആസ്വദിക്കുക അല്ലേ? ചേട്ടാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. ബൈ.